ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. പച്ചമുന്തിരി കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് കാണിക്കുന്നത്. ഇതിന് നമുക്ക് കുരുവുള്ള പച്ചമുന്തിരിയും കുരുവില്ലാത്ത പച്ചമുന്തിരിയും ഉപയോഗിക്കാവുന്നതാണ്. കുരുവില്ലാത്ത പച്ചമുന്തിരിയാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ കുരുവില്ലാത്ത പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി ഞാനിവിടെ രണ്ട് പാത്രങ്ങളിലായി ഒന്ന് മധുരമുള്ള പച്ചമുന്തിരിയും ഒന്ന് നല്ല പുളിയുള്ള പച്ചമുന്തിരിയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഈ കാണുന്നതാണ് മധുരമുള്ള മുന്തിരി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് നീളമൊക്കെ ഉണ്ട്. ഈ കാണുന്നത് നല്ല പുളിയുള്ള പച്ചമുന്തിരിയാണ്. ഇത് നല്ല റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുത്തതാണ്. മുന്തിരി പോലുള്ള ഫ്രൂട്ട്സുകളിൽ കീടനാശിനികൾ അടിക്കുന്നത് കൊണ്ട് തന്നെ കഴുകുന്ന വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്ത് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ഒരു 5-6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നെട്ടി കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. നിങ്ങളുടെ അടുത്ത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ ഉപയോഗിക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് എല്ലാം അരിഞ്ഞതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് 2 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്ത മുന്തിരിക്ക് ഏകദേശം കണക്കാക്കിയാണ് ഞാൻ 2 കപ്പ് വിനാഗിരി എടുത്തിട്ടുള്ളത്. നിങ്ങൾ മുന്തിരിയുടെ അളവ് എടുക്കുന്നതിനനുസരിച്ച് തന്നെ വിനാഗിരിയുടെ അളവും കൂട്ടിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് സൂക്ഷിക്കുവാനായി ഇതുപോലുള്ള ഗ്ലാസ് ജാറുകളാണ് ആവശ്യമുള്ളത്. ഗ്ലാസ് ജാറുകൾ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമ്മൾ വിനാഗിരി ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഞാനിവിടെ പുളിയുള്ള മുന്തിരി 1 ബോട്ടിലും മധുരമുള്ള മുന്തിരി 1 ബോട്ടിലുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് വിനാഗിരിയുടെ കൂടെ മിക്സ് ചെയ്യാൻ വെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കുക. നമ്മൾ സാധാ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൂപ്പൽ വരാനും കേടുവരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് മധുരമുള്ള മുന്തിരി ഈ കുപ്പിയിലും ഇതുപോലെ നിറയ്ക്കുക. ഇപ്പോൾ മുന്തിരിക്ക് അല്പം വില കൂടുതലാണ്, പക്ഷേ ഇനി സീസണാണ് വരാൻ പോകുന്നത്. അപ്പോൾ നന്നായി വില കുറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. മാങ്ങ, നെല്ലിക്ക, മറ്റു പച്ചക്കറികൾ എന്നിവ ഉപ്പിലിടുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ജാറുകളിലേക്കും കുറേശ്ശെയായി പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം മൂടി നിൽക്കുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂപ്പൽ വരും. വെള്ളമെല്ലാം കുപ്പിയിൽ നിറയെ ഒഴിച്ചതിന് ശേഷം മുകളിൽ പൊന്തി നിൽക്കുന്ന പച്ചമുളക് ഉണ്ടെങ്കിൽ അത് സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കുക. ഇത് ഏകദേശം ഒരു 2 ദിവസത്തിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോഴേക്കുമാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പും എരിവൊക്കെ നന്നായി പിടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.